മോളെ വണ്ടി ബാംഗ്ലൂർ എത്തുമ്പോൾ സന്തോഷം അവിടെ കാണും കേട്ടോ. എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ഇയാൾ എന്താണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് നിൽക്കുന്നത്? താനും കൂടെ പറഞ്ഞിട്ടല്ലേ ഇവിടെ ബാംഗ്ലൂർക്ക് അയക്കുന്നത്? അല്ല, ഇത്രയും ദൂരെ ഇവിടെ ഒറ്റയ്ക്ക്. ആ കാലമെല്ലാം പോയി കേട്ടോ. ഇപ്പോ ആണുങ്ങളെക്കാൾ ധൈര്യമുള്ള പെൺകുട്ടികളുണ്ട് അല്ലേ മോളെ? അതാ എന്റെ പേടി. ശരി ഡാഡി, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒളിച്ചില്ലെങ്കിൽ അതെന്റെ കുറ്റമല്ല. ആരെങ്കിലും വന്നാ മതിയായിരുന്നു. കുഴപ്പമില്ലടി, നീ സാറ്റർഡേസ് പറഞ്ഞു. ഓക്കെ, എല്ലാരും ജീവനെ കണ്ട്. ഇത് കള്ളക്കളിയാ. നിങ്ങൾ പറയുന്ന കള്ളക്കളിയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ടു. എവിടുന്ന്? അവിടെ നിന്ന് ചുമ്മാ എന്നെ ഒന്നുകൂടെ എണ്ണണം. ഞാൻ കയ്യിന്ന് വിളിക്കും. കയ്യിന്ന് വിട്. കള്ളക്കളിയായിരുന്നു സത്യകളിയായിരുന്നു. മീനൂര് ദേഹത്തോട്ട് കളിക്കല്ലേ. വിടറാ കയ്യെ. ദേഹത്തോട്ട് നീ എന്താ വിടാ? അയ്യോ ചേട്ടാ, ഇത് എടയല്ല, എടിയാ. ജീവ, എന്തെങ്കിലും ഒന്ന് പറ. നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോ നിനക്കെന്നെ വേണ്ട. നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ വരുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നീ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ. നീ കഴിഞ്ഞാൽ എനിക്ക് വേറെ ആളുള്ളൂ. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇനി നീ എന്നെ കാണില്ല. ജീവ, ജീവ പറ്റിക്കല് വാ.
ജീവ 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 The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. മസിൽ പിരിക്കുക പോരെ ഇവിടെ അങ്ങ് അവിടെ പോയി ചെയ്യപ്പോ ഞാൻ ആക്ച്വലി നിന്റെ ഫോർത്തുകൂടി. ഓ പിന്നെ എപ്പോഴും നേരിട്ട് കാണുമ്പോൾ ഇതേ ഡയലോഗേ ഉള്ളു പറയാൻ നിനക്ക്. അതെ നിന്നെ ആലോചിക്കുമ്പോൾ പിന്നെ ആരാലോചിക്കാണ്? എന്തോ എങ്ങനെ ഇതിന്റെ ഹൃദയം മൊത്തം വേർതിരിക്കുകയാണ്. പിന്നെ ഒന്ന് പോയായിരുന്നു. അല്ല പിന്നെ നിന്നെ ആരും രാവിലെ പെണ്ണാണാൻ വരുന്നിട്ട് എന്തായി? വന്നില്ല. വന്നില്ലേ? പിന്നെ ഞാനേ ബ്രോയുടെ കയ്യിൽ നിന്ന് നമ്പർ എടുത്ത് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ലിവിങ് ടുഗെദർ താല്പര്യമുണ്ടോ ചേട്ടാന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞു? അയാൾ ഫോൺ കെട്ടിയിട്ട് ഒറ്റ നീ ആരുടെ പെണ്ണ്? എന്റെ പെണ്ണല്ലേ? അതാ ഓടി തള്ളിയത്. അല്ല നീ എന്തിപ്പോ ഇങ്ങോട്ട് ജിമ്മിലൊക്കെ? അതോ ഞാനൊരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു. പേടിപ്പിക്കുന്ന സ്വപ്നം? ആരോട് പേടിപ്പിച്ച്? നീ തന്നെ. ഞാനാ? നീ എന്നെ കളഞ്ഞിട്ട് പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഇടി ഞാനതിനെ കളഞ്ഞിട്ട് പോ, നീ എന്റെ പിന്നാലെ നടക്കൂല്ലേടി? പിന്നെ അല്ലെങ്കിൽ നിനക്കിപ്പോൾ എന്നോട് പറയണ്ട. അതെ ഒരു സ്വപ്നം കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെ കളഞ്ഞിട്ട് പോകുന്നു തോന്നുന്നു. പറയും തോന്നുന്നുണ്ടോ? ഇപ്പൊ പറയണം. ഇല്ല. അതെ പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ജിം ട്രെയിനറാണ്. നീ വീട്ടിൽ പോകും. എനിക്കിപ്പോഴൊരു ആശ്വാസമായത്. അല്ലെങ്കിൽ ഞാൻ വരാം, ഒരുമിച്ച് പോവാം. ഞാൻ വരെ പറഞ്ഞിട്ട് വരാം. ഞാൻ താഴെ ഞാൻ വരാം. നീ പെട്ടെന്ന് വരുന്നു. വരാം. ഇത് പിന്നെ ഞാൻ ഇവളെ ഒന്ന് കാണാൻ പോയതാ. എവിടെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോകണ്ടേ? ഫോണും എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ ഇത് ഇവിടെ കിടന്ന് ആടിയോടാടി. ഞാൻ എണീറ്റപ്പോ നിങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ പറയാം. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പുന്നാരിപ്പിച്ചു. നാളെ കെട്ടിച്ചു വേണ്ട കൊച്ചാ.
അയ്യോ നാളെ ഒന്നും കെട്ടിക്കല്ലേ, ഒരു 1 2 3 4 5 ദിവസം കഴിഞ്ഞിട്ട് കെട്ടിച്ച്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരും കൂടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ജിമ്മി കളിച്ച് നടന്നാ മതിയോ? അല്ല സമയമുണ്ടല്ലോ, അതുവരെ ഞങ്ങൾ കളിച്ച് നടക്കാം. അല്ല നിങ്ങൾ രണ്ടും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജിമ്മും ബോളൊക്കെ എന്താവുന്ന എൻ്റെ ഒരു സംശയം. എങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച പ്രശ്നം തീർന്നില്ലേ? ഈ പിള്ളേർ നാക്കിനൊരു ലൈസൻസും ഇല്ല. എടി നീ താഴെ വെച്ച് പറഞ്ഞ ശരിക്കുള്ളതാണോ? എന്ത്? അല്ല നീ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമല്ലേ. നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന വഴിയെ, ബന്ധങ്ങളുടെ മതിൽക്കെട്ടുകളില്ലാതെ, ഭർത്താക്കന്മാരുടെ നിബന്ധനകളില്ലാതെ, നിനക്ക് ഞാനും എനിക്ക് നീയും. എടി പറയാനൊക്കെ എളുപ്പമുണ്ട്, പക്ഷേ. എന്ത് പക്ഷേ? നിനക്ക് എൻ്റെ ഡാഡിയും മമ്മിയും അറിയാമല്ലോ. എൻ്റെ ഒരാഗ്രഹത്തിന് അവർ ഇതുവരെ എതിർപ്പ് നിന്നിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ഇതൊന്നും ഇക്കാലത്ത് നടക്കാത്തൊന്നുമല്ലല്ലോ. നിനക്കെന്താ ഒരു സംശയം പോലെ? അതല്ല, നിനക്കറിയാലോ എനിക്ക് ആകെ എന്തെങ്കിലും ചോദിക്കാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അമ്മ നമ്മുടെ കാര്യത്തിൽ എതിര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ കുറച്ച് നിൽക്കുള്ളൂ. നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ രണ്ടുപേര്. എന്തായിരുന്നല്ലോ ഇവിടെ പരിപാടി? ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് രണ്ടും കൂടെ എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന്? ഇപ്പോഴത്തെ ട്രെൻഡാ മണ്ണാങ്കട്ടയാന്നും പറഞ്ഞ് ഈ വീട്ടിൽ കിടന്ന് കളിക്കരുത് കേട്ടോടി. മമ്മിയോ? നീയൊക്കെ കൊച്ചുനാള് പോലെ ഒന്നിച്ച് പഠിച്ചെന്ന് പറഞ്ഞാടി നിന്നെ ഈ പെരക്കകത്ത് കയറ്റി നിർത്തിയതോ? അതെന്റെ തെറ്റായി പോയി. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷേ ഇവക്ക് അങ്ങനല്ലേടി, ഇവിടെ ആണുങ്ങളുണ്ട്, മനസ്സിലായോ? മമ്മി, അവളൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്നിച്ച് ജീവിക്കാൻ വന്ന തീരുമാനം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്താം. പറയുന്നോടി. ദേ താഴെ ഒരു മനുഷ്യനുണ്ട്, അങ്ങനെ അറിയുന്നതിന് മുമ്പ് ഇറങ്ങി കൂടി മാറടി. ഇവിടെ അയൽവക്കത്തെ ആൾക്കാരുണ്ട്, അവർക്ക് അറിഞ്ഞ നാണക്കേട് ഇരിക്കാടി. വൃത്തികെട്ടവളെ. ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ചേച്ചി കേട്ടതല്ലേ ഉള്ളോ? ഞാൻ കണ്ടതാ. ഇത്രയും നേരമായിട്ട് ഞാൻ ഈ വീട്ടിലുള്ള മനുഷ്യനോട് ഇതുവരെ പറഞ്ഞിട്ട് പോലുമില്ല. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം. ചേച്ചി ഒരു കാര്യം ചെയ്യ്, അവളെ ഇങ്ങോട്ട് വിടാനോ വിളിക്കാനോ സമ്മതിക്കരുത്, മനസ്സിലായോ? എനിക്ക് അവളോട് പറയാനേ പറ്റൂ. അവളെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ല. അവൾക്ക് അവടേതായിട്ട് കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, പിന്നെ കുറച്ച് ന്യായീകരണങ്ങൾ. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഓരോ ന്യായീകരണങ്ങൾ. അമ്മേനെ ആങ്ങളെ തല്ലി കൊന്നാലും അതിനും കൊണ്ടൊരു ന്യായീകരണം. എൻ്റെ കൊച്ചിനെ ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ വളർത്തിക്കോളാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചേച്ചി അവളെ ഇങ്ങോട്ട് വിടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നാ ചേച്ചി ചെല്ല. അമ്മ നിന്നെ ഞാൻ കൊണ്ടാക്കാം അമ്മനെ. എങ്ങോട്ടോ? ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിലേ തിരിച്ച് പോകാനുള്ള വഴി അറിയാം, മനസ്സിലായോ? നിന്റെ ഒന്നും മനസ്സിലിരിപ്പ് നടക്കത്തില്ല കേട്ടല്ലോ. ഞാൻ ഇതുവരെ ഡാഡിയോടൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പോയാലേ ഞാൻ എല്ലാം പറയും. ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം അങ്ങേർക്ക് ഇനി എന്തെങ്കിലും വരാന്. പറഞ്ഞ മനസ്സിലായോ?
പരസ്പരം പിരിയാനാണെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു മീനു. അങ്ങനെയൊന്നും പറയല്ലേ. എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ എനിക്കറിയാം, എനിക്കതൊക്കെ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഇപ്പം പുതിയ പേരായല്ലോ താന്തൂന്നി. ഇനിയിപ്പം നിന്നെ വഴി തെറ്റിച്ച താന്തൂന്നി എന്ന് എല്ലാവർക്കും പറയാമല്ലോ. ശിവ പ്ലീസ്. എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു ചെക്കനായിരുന്നെങ്കിൽ മേ ബി അവരെന്നെ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ശരിയാ, നമുക്ക് പിരിയാം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. എനിക്കതിനെ എത്ര ഇഷ്ടമായിരുന്നു എനിക്കറിയാമല്ലോ.